നമസ്കാരം. മിഡ് ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കർഷക കൂട്ടക്കൊലയിൽ സർക്കാർ വാദം പൊളിയുന്നു. കർഷകർക്ക് നേരെ കേന്ദ്രമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്ര വെടിയുതിർത്തുവെന്ന എഫ്ഐആർ. അജയ് മിശ്ര ദില്ലിയിലേക്ക്. കേന്ദ്രമന്ത്രിയെയും മകനെയും അറസ്റ്റ് ചെയ്യണമെന്ന് കർഷകർ. ലക്നൌവിലെത്തിയാൽ രാഹുൽ ഗാന്ധിയെ തടയുമെന്ന് യു പി സർക്കാർ. രാജ്യത്ത് ഏകാധിപത്യമെന്ന് രാഹുൽ. മോൺസന്റെ പുരാവസ്തു തട്ടിപ്പ് കേസിൽ എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്ന് IG സ്പർജൻ കുമാർ. പണത്തിന്റെ സ്രോതസ് കണ്ടെത്തുമെന്നും IG. മോൺസന്റെ കടലാസ് കമ്പനികളിലെ പങ്കാളികളെ തിരിച്ചറിഞ്ഞു. മോൺസന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. CBI അന്വേഷണം വേണമെന്ന് കെ മുരളീധരൻ. BJP പുനഃസംഘടനയ്ക്കെതിരെ കൃഷ്ണദാസ് പക്ഷം. ഭാരവാഹികളെ തീരുമാനിച്ചതിൽ കൂടിയാലോചനയില്ല. ഇഷ്ടക്കാരെ തിരികെ കയറ്റിയെന്നും കൃഷ്ണദാസ് പക്ഷം. സുരേന്ദ്രൻ അധ്യക്ഷനായി തുടരുന്നതിൽ അതൃപ്തി അറിയിക്കാനും നീക്കം. സാധാരണക്കാരുടെ നടുപൊടിച്ച് കേന്ദ്ര സർക്കാർ. ഇന്നും ഇന്ധനവിലയും പാചകവാതക വിലയും കൂട്ടിയത് പെട്രോളിന് 30 പൈസയും ഡീസലിന് 37 പൈസയും. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത് 15 രൂപ. രാഷ്ട്രീയ കാർട്ടൂണുകളുടെ കുലപതി യേശുദാസൻ അന്തരിച്ചു. അന്ത്യം കോവിഡ് ചികിത്സയിലിരിക്കെ. ജനകീയ ഗായകനും ശാസ്ത്ര പ്രചാരകനുമായ VK ശശിധരനും വിട. യു പിയിലുണ്ടായ കർഷകരുടെ കൂട്ടക്കൊല തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇന്നും രാജ്യത്ത് നിറഞ്ഞു നിൽക്കുന്നത്. കേന്ദ്രമന്ത്രി അജയ് മിശ്രയെയും BJP കേന്ദ്ര നേതൃത്വം ദില്ലിയിലേക്ക് വിളിപ്പിച്ചു എന്ന വിവരങ്ങൾ വരുന്നു. അജയ് മിശ്ര ഉടൻ ദില്ലിയിലെത്തും. അതേസമയം തന്നെ രാഹുൽ ഗാന്ധി ലക്നൌവിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ലഖിംപൂർ ഖേരിയിലേക്ക് പോകുമെന്നും വാർത്തകളൊക്കെ വരുന്നു. പക്ഷേ രാഹുലിനെ തടയുമെന്ന നിലപാടിലാണ് ഇപ്പോൾ UP സർക്കാർ ഉള്ളത്. അല്പസമയം മുമ്പ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം രാഹുലിന്റെ വാക്കുകളിലേക്ക്. प्रधानमंत्री जी लखनऊ में थे, मगर प्रधानमंत्री जी लखीमपुर खीरी नहीं जा पाए और सिस्टमैटिकली जो भी कुछ कहे उसको बंद किया जा रहा है. It is as I said, it is a systematic attack on the farmers of this country, and it is arrogance because the government does not realize or understand the power of the farmers, and they are provoking the farmers, they are insulting the farmers, they are killing the farmers. അതേസമയം തന്നെ കേന്ദ്രമന്ത്രി അജയ് മിശ്രയെ BJP കേന്ദ്ര നേതൃത്വം ദില്ലിയിലേക്ക് വിളിപ്പിച്ചു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഈ വിഷയത്തിൽ കർഷകരുടെ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട FIR-ൽ അജയ് മിശ്രയുടെ മകനെതിരെ ഗുരുതരമായ പരാമർശങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്ര കർഷകർക്ക് നേരെ വെടിയുതിർത്തുവെന്ന് FIR-ൽ പറയുന്നു. UP സർക്കാർ കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചു. അതേസമയം കേന്ദ്രമന്ത്രിയെയും മകനെയും അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭമെന്ന് കർഷക സംഘടനകളുടെ മുന്നറിയിപ്പും ഈ ഘട്ടത്തിൽ വന്നിരിക്കുകയാണ്. കർഷകരെ സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധിയും സംഘവും ലഖിംപൂരിലേക്ക് പുറപ്പെട്ടു. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, അതായത് ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രിയുടെ എല്ലാ വാദങ്ങളെയും പൊളിക്കുന്ന FIR ആണ് പുറത്തു വന്നിരിക്കുന്നത്. കേന്ദ്രമന്ത്രിയുടെ മകൻ അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്ര കർഷകർക്ക് നേരെ വെടിയുതിർത്തുവെന്ന് FIR-ൽ പറയുന്നു. പക്ഷേ ഈ FIR ഇട്ടിട്ടും ഈ നിമിഷം വരെയും കേന്ദ്രമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മകനെയും സംരക്ഷിക്കുന്ന നിലപാടാണ് ഉത്തർപ്രദേശ് സർക്കാർ സ്വീകരിച്ചു പോരുന്നത്. അതേസമയം ലഖിംപൂരിൽ കർഷക പ്രക്ഷോഭം ആളിക്കത്തുകയാണ്. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു എന്ന വാർത്തകൾ വരുന്നു. എന്താണ് സംഭവിക്കുന്നത്? മനു, നിലവിലത്തെ സാഹചര്യത്തിൽ UP സർക്കാർ ആടി ഉലയുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ കർഷക കൊലപാതകത്തെ തുടർന്ന് തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം രാജ്യമെമ്പാടും ആളിക്കത്തുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അത് പ്രത്യേകിച്ച് കർഷക സംഘടനകൾ മാത്രമല്ല, ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളടക്കം ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. കർഷക സംഘടനകൾ ഇന്ന് രാവിലെ തന്നെ കൃത്യമായി ഒരു അന്ത്യശാസനം നൽകിയിരിക്കുന്നത് ഈ കേന്ദ്ര സഹമന്ത്രി അജയ് മിശ്രയെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ആശിഷ് മിശ്രയെയും എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകണമെന്നാണ്. കാരണം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് FIR പുറത്തു വന്നത്. ആ FIR-ൽ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത് ആശിഷ് മിശ്ര സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ആശിഷ് മിശ്ര സഞ്ചരിച്ച കാറാണ് കർഷകർക്ക് നേരെ ഇടിച്ചു കയറിയതെന്നും കാറിൽ നിന്ന് ഉതിർത്തു എന്നുള്ള കൃത്യമായി തന്നെ FIR-ൽ
രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ FIR-ൽ ഇത്തരത്തിൽ ആശിഷ് മിശ്രയുടെ പേര് ഉണ്ടായിട്ട് പോലും ആശിഷ് മിശ്രയെ ഒരു കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ UP പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. ഇതിനെക്കുറിച്ച് പോലീസിനോട് ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ അല്പം മുന്നേ ചോദ്യം ചോദിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ പ്രതികരിക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. പകരം ഒരു പ്രതികരണം അല്ലെങ്കിൽ ന്യായീകരണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ പറയാൻ കഴിയുകയില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ കർഷകർക്ക് നേരെ വാഹനമിടിച്ച് കയറ്റുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ആ ഒരു ദൃശ്യം വെച്ചുകൊണ്ട് മാത്രം ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് വലിയൊരു എവിഡൻസ് ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല എന്നതാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാടെന്ന് പറയുന്നത്. അതായത് കൃത്യമായി തന്നെ ഈ BJPയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇവിടെ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം ഇപ്പോൾ കൂടുതൽ ശക്തമാകുന്നത്. അതോടൊപ്പം തന്നെയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ലഖിംപൂരിലേക്ക് പോകാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ഈ പോലീസ് കസ്റ്റഡിയിൽ തന്നെ തുടരുകയാണ്. ഇതിനു പുറമെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി, പഞ്ചാബ് മുഖ്യമന്ത്രി ചന്നി, അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ഭാഗൽ, ഈ 3 പേരും ലഖിംപൂരിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ദില്ലിയിൽ നിന്നും ഫ്ലൈറ്റ് മാർഗം ലക്നൌവിലേക്ക് എത്തും. ഉച്ചയ്ക്ക് 1:30 രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ലക്നൌവിലേക്ക് എത്തുക. പക്ഷേ UP സർക്കാർ രാഹുൽ ഗാന്ധിക്ക് ഇങ്ങോട്ടേക്ക് ലഖിംപൂരിലേക്ക് പോകാനുള്ള അനുമതി നിഷേധിച്ചിട്ടുണ്ട്. BJP രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇപ്പോൾ അക്രമം പടർത്താൻ ശ്രമിക്കുകയാണ്. ഈ UP-യിൽ ഉണ്ടായ സംഭവങ്ങളെയൊക്കെ തന്നെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. ഇവിടെ അക്രമം ഉണ്ടാക്കാനാണ് രാഹുൽ ഗാന്ധി വരുന്നത്. അതൊരിക്കലും അനുവദിക്കാൻ കഴിയുകയില്ല എന്നൊരു നിലപാട് അല്ലെങ്കിൽ വിമർശനം BJPയുടെ ഭാഗത്തുനിന്നും അല്പം മുന്നേ ഉണ്ടായിട്ടുണ്ട്. ഇതിന് പുറമെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ലക്നൗ വിമാനത്താവളത്തിൽ രാഹുൽ ഗാന്ധിയെ തടയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ലക്നൗ വിമാനത്താവളത്തിന് പുറത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഇതിനോടകം തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒരു സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ലക്നൗ എയർപോർട്ടിൻ്റെ വെളിയിൽ ശക്തമായിട്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. ഇതിനിടെ മറ്റ് ചില സംഭവവികാസങ്ങൾ കൂടി ഇപ്പോൾ വന്നിരിക്കുന്നത്. പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന അമരീന്ദർ സിംഗ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുമായിട്ട് കർഷക സമരമടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് അമരീന്ദർ സിംഗ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കെജ്രിവാൾ അല്പം മുന്നേ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്, രാജ്യം സ്വാതന്ത്ര്യലബ്ധിയുടെ 75-ാം വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ നേതാക്കളെ ഒന്നും തന്നെ ലഖിംപൂരിലേക്ക് കടത്തിവിടാൻ തയ്യാറാകുന്നില്ല. അവരെ തടയുന്ന നിലപാടാണ് BJP സ്വീകരിക്കുന്നത്, സർക്കാർ സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ നേതാക്കളെയൊക്കെ തന്നെ അങ്ങോട്ടേക്ക് പോകാതെ തടയുന്നതിൻ്റെ കാരണം എന്താണ് എന്നതാണ് കെജ്രിവാൾ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അജയ് മിശ്രയെ എത്രയും പെട്ടെന്ന് തന്നെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നൊരു ആവശ്യം കൂടി കെജ്രിവാൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം വലിയ സംഭവ വികാസങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമ്പോൾ ഈ കർഷക കൊലപാതകത്തിൽ പ്രതിഷേധം ആളിക്കത്തുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അജയ് മിശ്ര ദില്ലിയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പം മുന്നേ അജയ് മിശ്ര അദ്ദേഹത്തിൻ്റെ ഓഫീസായിട്ടുള്ള ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് അല്പം മുന്നെയാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ശരി, വിഷ്ണുവാണ് വിവരങ്ങൾ ദില്ലിയിൽ നിന്നും നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കർഷക പ്രക്ഷോഭം രാജ്യവ്യാപകമായി ആളിക്കത്തുകയാണ്. UP-യിൽ കർഷകരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കേന്ദ്രമന്ത്രി അജയ് മിശ്രയെയും അദ്ദേഹത്തിന്റെ മകനെയും ആശിഷ് മിശ്രയെയും അറസ്റ്റ് ചെയ്യാതെ ഈ സമരത്തിൽ നിന്ന് 1 ഇഞ്ച് പിന്നോട്ടില്ല എന്ന ശക്തമായ നിലപാടിലേക്ക് കർഷക സംഘടനകൾ എത്തുന്നു. പ്രതിപക്ഷ നേതാക്കളെ ഒന്നും ഈ ലഖിംപൂർ ഖേരിയിലേക്ക് കടക്കാൻ പോലും UP സർക്കാർ അനുവദിക്കാത്ത സാഹചര്യം. അവിടെ ഇന്റർനെറ്റ് സേവനങ്ങളടക്കം റദ്ദാക്കിക്കൊണ്ട് വാർത്തകൾ പുറത്തു വരുന്നത് തടയുന്നതിനുള്ള നടപടികൾ, ഇതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും രാജ്യവ്യാപകമായി പ്രതിഷേധം ആളിക്കത്തുക തന്നെയാണ്. അതേസമയം തന്നെ കേന്ദ്രമന്ത്രി അജയ് മിശ്ര ദില്ലിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. അല്പസമയം മുമ്പ് കിസാൻ സഭാ നേതാവ് P. കൃഷ്ണപ്രസാദ് ഞങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയുണ്ടായി. ഈ അജയ് മിശ്രയെയും മകനെയും അറസ്റ്റ് ചെയ്യണമെന്നും അജയ് മിശ്രയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നും അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായി. അമിത് കുമാർ മിശ്ര കേന്ദ്രമന്ത്രിയിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യണം, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം. ഇത് രണ്ടും വേണം. അദ്ദേഹം ഈ കേസിൽ പ്രതിയാണ്. മന്ത്രി അറസ്റ്റ് ചെയ്യണം, അതിനു മുമ്പ് അയാളെ പുറത്താക്കണം. അതുപോലെ തന്നെ ഹരിയാനയിലെ മുഖ്യമന്ത്രി അദ്ദേഹം രാജിവെക്കണം. ഈ 3 ആവശ്യങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുകയാണ്. സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള നേതൃത്വത്തിലുള്ള
സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം, മന്ത്രിയുടെ പുറത്താക്കലും മന്ത്രി അറസ്റ്റ് ചെയ്യലും, അതുപോലെ കൊലയാളികൾ മുഴുവൻ അറസ്റ്റ് ചെയ്യൽ, ഹരിയാന മുഖ്യമന്ത്രിയുടെ രാജി, ഇത്രയും കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായ പ്രക്ഷോഭം, അതാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ഇന്ന് രാഹുൽ ഗാന്ധി ഒക്കെ ഈ സ്ഥലത്തേക്ക് ലക്നൌവിലേക്കൊക്കെ പോകുന്നുണ്ട്. ഒപ്പം പ്രിയങ്ക ഗാന്ധി ഇന്നലെ പോവുകയും ചെയ്തു. അവരെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ ഇതൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേക സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ രാഹുലിനെയും പ്രിയങ്കയും ഒക്കെ നമ്മൾ പുറത്തു കാണുന്നത്. ഏകദേശം കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഈ കർഷകരുടെ സമരം ദില്ലിയിൽ തുടങ്ങിയിട്ട് ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ കോൺഗ്രസോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടോ? അപ്പോൾ അവർ ഇപ്പോൾ കാണിക്കുന്ന ഈ രാഷ്ട്രീയ നാടകങ്ങളൊക്കെ എന്തിൻ്റെ ഭാഗമാണ് എന്നതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ലഖിംപൂരിലെ കർഷക കൊലപാതകം രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുകയാണ് കോൺഗ്രസ്. ഒരിക്കൽ പോലും കർഷക സമരത്തിന്റെ ഭാഗമാവുകയോ കർഷകർക്കൊപ്പം നിൽക്കുകയോ ചെയ്യാത്ത കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ലക്ഷ്യം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന UP തെരഞ്ഞെടുപ്പ് മാത്രമാണ്. ആസിയാൻ കരാർ ഉൾപ്പെടെ കൊണ്ടുവന്ന് രാജ്യത്തെ കർഷകരുടെ നട്ടലൊടിച്ച പാരമ്പര്യമുള്ള കോൺഗ്രസ് നേതൃത്വമാണ് ഇപ്പോൾ കർഷകർക്കായി മുതലക്കണ്ണീർ ഒഴുക്കുന്നത്. UPയിലെ കർഷക സമരത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് കോൺഗ്രസ്. കർഷകരുടെ പ്രശ്നങ്ങൾക്കപ്പുറം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മാത്രമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. കഴിഞ്ഞ ഒരു വർഷമായി നടക്കുന്ന കർഷക സമരങ്ങളിൽ ഒരിക്കൽ പോലും കാണാത്ത കോൺഗ്രസ് ലഖിംപൂർ വിഷയത്തിൽ അമിത താൽപര്യം കാണിക്കുന്നതും തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചാണ്. ഇതിന്റെ ഭാഗമായാണ് കോൺഗ്രസ് നേതാക്കൾ UP സന്ദർശിക്കാൻ അനുമതി തേടുന്നതും പ്രിയങ്ക ഗാന്ധി കസ്റ്റഡിയിൽ കിടന്ന റൂം തൂക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതും. എന്നാൽ BJP നടപ്പിലാക്കുന്ന കർഷക വിരുദ്ധ നയങ്ങൾക്കെല്ലാം തുടക്കമിട്ടത് കോൺഗ്രസ് ആയിരുന്നുവെന്ന വസ്തുത മറച്ചുവെച്ചാണ് പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ കർഷകർക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുന്നത്. ആസിയാൻ കരാറിലൂടെ റബ്ബർ കർഷകരുടെ നട്ടെല്ലൊടിച്ചത് മൻമോഹൻ സിംഗ് സർക്കാരായിരുന്നു. ഇതിനു പുറമെ കോർപ്പറേറ്റ് വൽക്കരണത്തിന് തുടക്കമിട്ടതും കോൺഗ്രസ് തന്നെ. UPയിലെ പ്രശ്നങ്ങളിൽ വ്യാകുലരാകുന്ന കോൺഗ്രസ് നേതൃത്വം ഇതുവരെ ദില്ലിയിലെ അതിർത്തികളിലെ സമരവേദികളിൽ ഒരിക്കൽ പോലും സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല. കോൺഗ്രസിന്റെ രാഷ്ട്രീയ മുതലെടുപ്പ് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് കർഷക സംഘടനകളും കോൺഗ്രസ് നേതാക്കളെ സമരവേദികളിലേക്ക് അടുപ്പിക്കാത്തതും. എന്നാൽ ഇതെല്ലാം മായ്ച്ചു കളഞ്ഞ് തെരഞ്ഞെടുപ്പിൽ കർഷകരുടെ വോട്ടുറപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് കോൺഗ്രസ് നേതൃത്വം. കൈരളി ന്യൂസ്, ദില്ലി. അതേസമയം തന്നെ മറ്റു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകളിലേക്ക് കൂടെ വരികയാണെങ്കിൽ BJP പുനഃസംഘടനയിൽ അതൃപ്തി പുകയുകയാണ്. കൂടിയാലോചനകളില്ലാതെയാണ് ഭാരവാഹികളെ പ്രഖ്യാപിച്ചതെന്ന് കൃഷ്ണദാസ് പക്ഷം ആരോപിക്കുന്നു. പുനഃസംഘടന മുരളീധര ഗ്രൂപ്പിന്റെ റിക്രൂട്ടിംഗ് ഈവന്റാക്കി മാറ്റിയെന്നും കൃഷ്ണദാസ് പക്ഷം പറയുന്നു. അതേസമയം തന്നെ ഈ കൊടകര കുഴൽപ്പണ കേസിൽ ആരോപണ വിധേയരായവരെ അടക്കം സംരക്ഷിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പുനഃസംഘടന വന്നതെന്ന ആരോപണം വരുന്നു. ഈ വിഷയത്തിൽ കേന്ദ്ര നേതൃത്വത്തെ അതൃപ്തി അറിയിക്കാനും കൃഷ്ണദാസ് പക്ഷത്തിന്റെ നീക്കമുണ്ട്. പക്ഷേ വളരെ നേരത്തെ തന്നെ സുരേന്ദ്രനും മുരളീധരനുമെതിരെയുള്ള അതൃപ്തികൾ പലതവണ കൃഷ്ണദാസ് വിഭാഗം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതാണ്. അതിലൊന്നും ഒരു നടപടിയും കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നു മാത്രമല്ല, ഈ പുതിയ പുനഃസംഘടനയിലും മുരളീധര പക്ഷത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചതും. അതുകൊണ്ട് തന്നെ ഇനിയും അതൃപ്തി അറിയിച്ചാൽ അതിന് എത്രമാത്രം കണക്കിലെടുക്കും എന്നൊരു വലിയ ആശങ്കയും കൃഷ്ണദാസ് വിഭാഗത്തിന്റെ മുൻപിലുണ്ട്. മോൺസന്റെ പുരാവസ്തു തട്ടിപ്പ് കേസിൽ VM സുധീറിന് പിന്തുണയുമായി K മുരളീധരൻ. കേസിൽ CBI അന്വേഷണം വേണമെന്ന് മുരളീധരൻ ആവശ്യപ്പെട്ടു. CBI അന്വേഷണത്തെ സർക്കാർ ഭയക്കുകയാണെന്നും മുരളീധരൻ പറഞ്ഞു. ഇന്നലെ അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു, ചില ആളുകൾക്ക് ഇതായിട്ടൊക്കെ അന്വേഷണം ഉണ്ട്. നിങ്ങളെ ഒരു CBI അന്വേഷണത്തിന് എന്തിനാണ് ഭയപ്പെടുന്നത്? ഈ കേസ് ഒന്നും തെളിയാൻ പോണില്ല. ഇതിൽ മോൻസനെ സംരക്ഷിക്കുന്ന സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. എന്തിന് CBI അന്വേഷണത്തിന് ഭയപ്പെടുന്നു? ഞങ്ങൾ ഭയപ്പെടുന്നില്ലല്ലോ. ഞങ്ങളുടെ നേതാക്കന്മാരെയൊക്കെ പ്രതികളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്കൊരു ഭയവുമില്ല. എന്തുകൊണ്ടൊരു CBI അന്വേഷണത്തിന് മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല? അതേസമയം തന്നെ പുരാവസ്തു തട്ടിപ്പ് കേസിൽ IG സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തൃപ്പൂണിത്തുറ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ യോഗം ചേർന്നു. തട്ടിപ്പിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്ന് സ്പർജൻ കുമാർ പറഞ്ഞു. പണത്തിന്റെ സ്രോതസ് കണ്ടെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഡൊമേഷനല്ല, ഇപ്പോൾ കേസ് അന്വേഷണത്തിന് വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആദ്യം ഇവിടെയുള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സും പിന്നെ ടീമിലുള്ള അംഗങ്ങൾ ഞങ്ങൾ കൂടിയിട്ടുണ്ട്. കൂടിയ ശേഷം ഇതിൻ്റെ പ്രൊഫഷണൽ രീതിയിൽ എല്ലാം അന്വേഷിക്കാൻ വേണ്ടിയുള്ള സംഗതിയാണ്. അതല്ല, ഇന്നലെ ആവശ്യമായ എല്ലാ നടപടികളും എടുക്കാൻ വേണ്ടിയുള്ള സംഗതിയാണ്. അതിലെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ മീറ്റിംഗ് നടത്തിയത്. കേസിലെ ഭാഗമായിട്ടുള്ള സംഗതികളെല്ലാം നോക്കും. അതനുസരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ. വിശദാംശങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്നും ഉമേഷ് നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഉമേഷ്,
ഈ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടായി. ഒപ്പം തന്നെ വലിയ വെല്ലുവിളികളാണ് അന്വേഷണ സംഘത്തിന്റെ മുൻപിലുള്ളത്. ഈ പണത്തിന്റെ സ്രോതസ്, ഒപ്പം HSBC ബാങ്കിന്റെ പേരിലടക്കം വ്യാജരേഖ ഉണ്ടാക്കിയ കാര്യങ്ങളടക്കമുണ്ട്. ഇതൊക്കെ കണ്ടുപിടിക്കേണ്ട വലിയ വെല്ലുവിളികൾ നിൽക്കുന്നുണ്ട്. ആദ്യ യോഗത്തിന് ശേഷം എന്താണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട്, അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട് IG പറഞ്ഞത്? മനു, ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം തന്നെ വേണം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അതിൻ്റെ ഭാഗമായാണ് ക്രൈംബ്രാഞ്ച് IG സ്പർജൻ കുമാറിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയത്. മാത്രമല്ല, ഇന്ന് ഈ അന്വേഷണ സംഘം വിപുലീകരിക്കുകയും ചെയ്തു. കൊച്ചി സിറ്റിയിലെ ഏതാനും SHOമാരെ കൂടി ഉൾപ്പെടുത്തിയായിരുന്നു ഈ അന്വേഷണ സംഘം വിപുലീകരിച്ചത്. അതിനുശേഷം ഈ അന്വേഷണ സംഘത്തിൻ്റെ ആദ്യ യോഗമാണ് ഇന്ന് കൊച്ചിയിൽ ചേർന്നത്. ക്രൈംബ്രാഞ്ച് IG സ്പർജൻ കുമാർ രാവിലെ 11 മണിയോടെ തൃപ്പൂണിത്തുറയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി. തുടർന്ന് ഈ അന്വേഷണ സംഘാംഗങ്ങളെ എല്ലാവരെയും വിളിച്ചു വരുത്തി അദ്ദേഹം യോഗം ചേരുകയായിരുന്നു. യോഗത്തിന് ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. അപ്പോഴാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും, തട്ടിപ്പിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കും. പണത്തിൻ്റെ സ്രോതസ്സ് കണ്ടെത്തണം. ഈ പണം എവിടെ പോയി, അക്കൗണ്ട് വഴി നടന്ന ഇടപാടുകൾ, ആരുടെയൊക്കെ അക്കൗണ്ട് വഴിയാണ് ഈ പണം പോയത് തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയത്. ഒരുപക്ഷെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞായിരിക്കും തുടർന്നുള്ള നടപടികൾ ഉണ്ടാവുക എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. നിലവിൽ മോൻസൺ ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഈ പാലാ സ്വദേശി രാജീവിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ആ ഒരു കേസിലാണ് ഇന്നലെ മുതൽ മോൻസൺ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ തുടരുന്നത്. ഈ പാലാ സ്വദേശി രാജീവിൻ്റെ കൂടാതെ ഈ മോൻസനുമായി ബന്ധപ്പെട്ട പരാതികളിൽ ഭൂരിഭാഗവും ഈ HSBC ബാങ്കിലെ വ്യാജരേഖ കാണിച്ചുകൊണ്ടായിരുന്നു ഈ ഇടപാടുകാരെ കബളിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ HSBC ബാങ്കിൻ്റെ സീൽ പതിച്ച വ്യാജരേഖ കണ്ടെത്തുക, അതിൻ്റെ ഉറവിടം കണ്ടെത്തുക, ഈ വ്യാജരേഖ എവിടെ നിർമ്മിച്ചു, അതിനാരൊക്കെ സഹായിച്ചു തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതുകൂടാതെ ഇത്രയും വലിയ സാമ്പത്തിക ഇടപാട്, കോടികളുടെ ഇടപാട് നടത്തിയെന്ന് പറയുമ്പോഴും മോൻസൻ്റെ അക്കൗണ്ടിൽ ഒരു തുകയും കാണാതിരിക്കുക, അപ്പോൾ പിന്നെ ഇത് ആരുടെ അക്കൗണ്ട് വഴിയാണ് ഈ ഇടപാടുകൾ നടക്കുന്നത് എന്ന് കണ്ടെത്തുകയും വലിയ വെല്ലുവിളിയാണ്. അതിനുവേണ്ടിയാണ് മോൻസനെ വിശദമായി ചോദ്യം ചെയ്തു വരുന്നത്. മറ്റ് കേസുമായി ബന്ധപ്പെട്ട് മോൻസനെ 6 ദിവസം കസ്റ്റഡിയിൽ വെച്ചെങ്കിലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ മോൻസൻ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നാൽ ഇനി നാളെ 4 മണി വരെ കൂടി മോൻസൺ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുണ്ട്. അതിനു മുൻപായി ഇതുമായി ഈ ഒരു വിഷയത്തിൽ പ്രധാന തെളിവ് ലഭിക്കുമെന്നാണ് ക്രൈംബ്രാഞ്ച് കരുതുന്നത്. അതിനുള്ള ശ്രമത്തിലാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം. ഏതായാലും മോൻസനെ ചോദ്യം ചെയ്തു വരുന്നു. നാളെ 4 മണിക്കുള്ളിൽ ഈ HSBC ബാങ്കിലെ വ്യാജരേഖ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇയാൾ ആരുടെ അക്കൗണ്ട് വഴിയാണ് ഇടപാടുകൾ നടത്തിയതോ എന്നത് സംബന്ധിച്ച പ്രധാന വിവരങ്ങൾ മോൻസൺ അന്വേഷണ സംഘത്തിന് കൈമാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശരി, വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന്റെ യോഗം അല്പസമയം മുമ്പ് കൊച്ചിയിൽ ചേർന്നു. IG സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. ഏതായാലും സമഗ്രമായ അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. പണത്തിന്റെ സ്രോതസ്, സാമ്പത്തിക സ്രോതസ് കണ്ടുപിടിക്കണം. ഒപ്പം തന്നെ HSBC ബാങ്കുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ വ്യാജരേഖ ചമച്ച കാര്യങ്ങളുണ്ട്. അങ്ങനെ സമഗ്രമായ തലത്തിലുള്ള അന്വേഷണം ഉണ്ടാകുമെന്നാണ് മേൽനോട്ടം വഹിക്കുന്ന അല്ലെങ്കിൽ അന്വേഷണ സംഘത്തലവൻ IG സ്പർജൻ കുമാർ വ്യക്തമാക്കിയത്. രാജ്യത്ത് ഇന്ധനവിലയും പാചകവാതക വിലയും വീണ്ടും വർദ്ധിപ്പിച്ചു. തുടർച്ചയായ 8ാം ദിവസവും പെട്രോൾ ഡീസൽ വില കുതിക്കുകയാണ്. തിരുവനന്തപുരത്ത് പെട്രോൾ വില 105 രൂപ കടന്നു. ഗാർഹിക സിലിണ്ടറിന് ഇന്ന് 15 രൂപയാണ് കൂട്ടിയത്. 5 സംസ്ഥാനങ്ങളിൽ ഡീസൽ വില 100 കടന്നു. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരമേറിയത് മുതൽ ഇന്ധനവില വർധനവിന്റെ വറച്ചട്ടിയിലാണ് ജനം. തുടർച്ചയായ 8ാം ദിവസവും പെട്രോൾ ഡീസൽ വില കുതിച്ചുയർന്ന് റെക്കോർഡ് നിരക്കിലെത്തി. പെട്രോളിന് 30 പൈസയും ഡീസലിന് 37 പൈസയുമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. ഇതോടെ തിരുവനന്തപുരത്ത് പെട്രോൾ ലിറ്ററിന് 105ഉം കൊച്ചിയിൽ 103ഉം കടന്നു. തൊട്ടു പിന്നാലെ തന്നെ 2ാം പ്രഹരമായി പാചകവാതക വില 15 രൂപ വർദ്ധിപ്പിച്ചു. ഇതോടെ കൊച്ചിയിൽ പാചകവാതക വില 906 രൂപ 50 പൈസയായി ഉയർന്നു. ഈ വർഷം മാത്രം ഗാർഹിക സിലിണ്ടറിന് വർദ്ധിപ്പിച്ചത് 205.50 രൂപയാണ്. വാണിജ്യ സിലിണ്ടറിന് 409 രൂപയാണ് ഒറ്റ വർഷത്തിൽ വർദ്ധിച്ചത്. ഫോസിൽ ഇന്ധനങ്ങളുമായി ബന്ധപ്പെടാതെ ഒരാൾക്കും ജീവിക്കാൻ സാധ്യമല്ലാത്ത കാലത്താണ് കേന്ദ്രം ജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കുന്ന പെട്രോൾ ഡീസൽ പാചകവാതക വില വർധനവിലൂടെ ജീവിക്കാൻ വേണ്ടിയുള്ള രാജ്യത്തെ യാത്രകളും ചരക്ക് കടത്തും എന്തിന് സാധാരണക്കാരന്റെ അടുക്കള വരെ അമിത ചൂഷണ മേഖലയാകുന്നത്. 2014 മുൻപ് പെട്രോളിന്റെ ശരാശരി വില 72 രൂപ ആയിരുന്നതിൽ നിന്നാണ് ഇന്ന് 105ഉം കടന്നു കുതിക്കുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UPA സർക്കാരിനെതിരെയുള്ള BJPയുടെ പ്രധാന പ്രചരണായുധമായിരുന്നു ഇന്ധനവില വർധനവ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാരിന്റെ ഏറ്റവും വലിയ പരാജയമാണ് ഇന്ധനവില വർധനവെന്നായിരുന്നു അന്ന് നരേന്ദ്രമോദി പറഞ്ഞത്. എന്നാൽ കുതിച്ചുകയറിയ ഇന്ധനവില അല്പമെങ്കിലും ഒന്ന് താഴ്ന്നു കാണണമെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലം വരെ കാത്തിരിക്കണമെന്ന അവസ്ഥയാണ് ഇന്ന് ഇന്ത്യക്കാരുടേത്. അതും താൽക്കാലികം മാത്രം. വിഷ്ണുപ്രസാദ്, കൈരളി ന്യൂസ്.
മുതലപ്പുഴയിലെ അശാസ്ത്രീയ നിർമ്മാണമാണ് തുടർച്ചയായ അപകടത്തിന് കാരണമെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ. പുതിയ പുലിമുട്ട് നിർമ്മിച്ച് ശാശ്വത പരിഹാരം കാണലാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രിയുടെ മറുപടി. ശബരിമല തീർത്ഥാടനത്തിന് അനുവദിക്കേണ്ട ഇളവുകൾ, തീർത്ഥാടകരുടെ എണ്ണം എന്നിവ അന്തിമമായി തീരുമാനിച്ചിട്ടില്ലെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനും നിയമസഭയിൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തകളിലേക്ക്. കാർട്ടൂണിസ്റ്റ് യേശുദാസൻ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. കോവിഡ് ബാധിതനായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു അന്ത്യം. നാളെ രാവിലെ 11 മണിക്ക് കൊച്ചി ചിറ്റൂരിലെ സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ. കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ മാസം 21-നാണ് അദ്ദേഹത്തെ പാലാരിവട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഏതാനും ദിവസം മുൻപ് കോവിഡ് നെഗറ്റീവായെങ്കിലും കടുത്ത ന്യൂമോണിയ ബാധയെ തുടർന്ന് അവശനിലയിലായിരുന്നു. ഇന്ന് പുലർച്ചെ ആരോഗ്യനില കൂടുതൽ വഷളായതിനെ തുടർന്ന് അന്ത്യം സംഭവിക്കുകയായിരുന്നു. രാഷ്ട്രീയ കാർട്ടൂണുകളുടെ കുലപതിയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട യേശുദാസൻ 6 പതിറ്റാണ്ടിലേറെ ഈ രംഗത്ത് തിളങ്ങി നിന്നു. അമ്പലപ്പുഴ ഭരണിക്കാവ് സ്വദേശിയായ അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസത്തിനും ബിരുദ പഠനത്തിനും ശേഷം 1955-ലാണ് കാർട്ടൂൺ രംഗത്തേക്ക് കടന്നുവരുന്നത്. കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരിച്ച മാസികയിൽ കാർട്ടൂൺ വരച്ചായിരുന്നു തുടക്കം. പിന്നീട് ജനയുഗം ആഴ്ചപ്പതിപ്പിൽ ചന്തു എന്ന പേരിൽ കാർട്ടൂൺ പങ്ക്തി തുടങ്ങി. കിട്ടുമാവൻ എന്ന പേരിൽ പോക്കറ്റ് കാർട്ടൂണും അദ്ദേഹം വരച്ചു തുടങ്ങിയിരുന്നു. ഇന്ത്യൻ കാർട്ടൂണുകളുടെ കുലപതിയായ ശങ്കറിൻ്റെ ശിഷ്യനായി 1963-ൽ ദില്ലിയിലെ ശങ്കേഴ്സ് വീക്കിലിയിൽ ചേർന്നു. ഇതിനുശേഷം 2 പതിറ്റാണ്ടിലേറെ മലയാള മനോരമ ദിനപത്രത്തിൽ സ്റ്റാഫ് കാർട്ടൂണിസ്റ്റായും അദ്ദേഹം പ്രവർത്തിച്ചു. കേരള കാർട്ടൂൺ അക്കാദമിയുടെ സ്ഥാപക ചെയർമാനായ യേശുദാസൻ കേരള ലളിതകലാ അക്കാദമിയുടെ അധ്യക്ഷനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രഥമദൃഷ്ടി, അണിയറ, വരയിലെ നായനാർ തുടങ്ങി നിരവധി പുസ്തകങ്ങൾ യേശുദാസൻ രചിച്ചിട്ടുണ്ട്. പഞ്ചവടിപ്പാലം എന്ന ചിത്രത്തിന് സംഭാഷണം എഴുതിയതും എൻ്റെ പൊന്നു തമ്പുരാൻ എന്ന ചിത്രത്തിന് തിരക്കഥയൊരുക്കിയതും യേശുദാസനായിരുന്നു. NV പൈലി പുരസ്കാരം, സ്വദേശാഭിമാനി പുരസ്കാരം, V സാംബശിവൻ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. മേഴ്സിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. സാനു വൈദാസ്, സേതു വൈദാസ്, സുഗദാസ് എന്നിവർ മക്കളാണ്. കൈരളി ന്യൂസ്, കൊച്ചി. രാജ്യം കർഷക പ്രതിഷേധത്തിൽ ആളിക്കത്തുകയാണ്. കേന്ദ്രമന്ത്രി അജയ് മിശ്ര ദില്ലിയിലെത്തി. കർഷകർക്ക് നേരെ അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്ര വെടിയുതിർത്തുവെന്ന് FIR റിപ്പോർട്ട്. UP സർക്കാർ കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചു. അതേസമയം കേന്ദ്രമന്ത്രിയെയും മകനെയും അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭമെന്ന് കർഷക സംഘടനകളുടെ മുന്നറിയിപ്പ്. കർഷകരെ സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധിയും സംഘവും ലഖിംപൂരിലേക്ക് പുറപ്പെട്ടു. അതേസമയം തന്നെ ഈ ലഖിംപൂരിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ആസൂത്രിതമായ നീക്കമാണ് കർഷകർക്കെതിരെ രാജ്യത്ത് നടക്കുന്നതെന്നാണ് രാഹുൽ കുറ്റപ്പെടുത്തിയത്. രാഹുലിന്റെ വാക്കുകളിലേക്ക് ആദ്യം. प्रधानमंत्री जी लखनऊ में थे, मगर प्रधानमंत्री जी लखीमपुर खीरी नहीं जा पाए और सिस्टमैटिकली जो भी कुछ कहे उसको बंद किया जा रहा है. इट इज ए, एज आई सेड, इट इज ए सिस्टमैटिक अटैक on the farmers of this country, and it is arrogance because the government does not realize or understand the power of the farmers, and they are provoking the farmers, they are insulting the farmers, they are killing the farmers. അതേസമയം തന്നെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയുടെ മകന് നേരെ രൂക്ഷമായ പരാമർശങ്ങളാണ് ഈ FIR-ലുള്ളത്. കർഷകരെ കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്ര കർഷകർക്ക് നേരെ വെടിയുതിർത്തുവെന്ന FIR-ൽ കൃത്യമായ പരാമർശമുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പക്ഷേ ഇതുവരെ ഒരു തരിമ്പ് നടപടി പോലും ആശിഷ് മിശ്രയ്ക്കെതിരെയോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിക്കെതിരെയോ എടുക്കാൻ UP സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. അതേസമയം തന്നെ കേന്ദ്രമന്ത്രി ദില്ലിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകാനായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, FIR-ൽ കൃത്യമായി പരാമർശിച്ചിരിക്കുന്നു അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്ര കർഷകർക്ക് നേരെ വെടിയുതിർത്തുവെന്ന്. പക്ഷേ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെ ആശിഷ് മിശ്രയ്ക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ UP സർക്കാർ തയ്യാറായിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം മുൻപിലുണ്ട്. കർഷക പ്രക്ഷോഭം അത് ലഖിംപൂരിനപ്പുറത്തേക്ക് ആളിക്കത്തുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യം മുഴുവൻ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും ഒരു തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികളുമായി തന്നെ UP സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഈ കർഷകരെ വാഹനമിടിച്ച് കൊല്ലുകയും അതോടൊപ്പം തന്നെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തിട്ട് ഇന്ന് ഏകദേശം 3 ദിവസം, അതായത് 72 മണിക്കൂറുകളിൽ പുറത്തായിരിക്കുന്നു. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വരികയും FIR-ലടക്കം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്രയുടെ പേരുണ്ടായിട്ട് പോലും ഇതുവരെ ആശിഷ് മിശ്രയെ ഒന്ന് കസ്റ്റഡിയിലെടുക്കാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ UP പോലീസ് ഇതുവരെ തയ്യാറാണ്
തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനെതിരെ തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധം വളരെ വ്യാപകമാവുകയും ചെയ്തിട്ടുണ്ട്. അതിശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി കർഷക സംഘടനകൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ, അതായത് മാക്സിമം ഒരാഴ്ചക്കകം ആശിഷ് മിശ്രയെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള അജയ് മിശ്രയെയും അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് കർഷക സംഘടനകൾ ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുന്നത്. അതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ഈ മണിക്കൂറിൽ സംഭവിക്കുന്നത്, അജയ് മിശ്ര ദില്ലിയിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം തൻ്റെ ഓഫീസായിട്ടുള്ള ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് അജയ് മിശ്ര എത്തിയിട്ടുണ്ട്. അജയ് മിശ്രയെ കേന്ദ്ര നേതൃത്വം വിളിച്ചു വരുത്തിയതാണ് എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഈ റിപ്പോർട്ടുകളൊക്കെ അജയ് മിശ്ര നിഷേധിച്ചിട്ടുണ്ട്. ഗൂഢാലോചനയിൽ തനിക്ക് പങ്കില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അജയ് മിശ്ര പറഞ്ഞിട്ടുണ്ട്. അജയ് മിശ്രയുടെ ന്യായീകരണം എന്ന് പറയുന്നത്, നാളെ കുറച്ച് ജോലികൾ ദില്ലിയിൽ ചെയ്തു തീർക്കാനുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ദില്ലിയിലേക്ക് വന്നത് എന്നൊരു ന്യായീകരണം അല്ലെങ്കിൽ വിശദീകരണം അജയ് മിശ്രയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ BJPക്ക് അവരുടെ മുഖം രക്ഷിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. പ്രത്യേകിച്ച് UP തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു വരുന്ന സാഹചര്യത്തിൽ മുഖം രക്ഷിക്കാനുള്ള ഏതെങ്കിലും ചില നടപടികൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതിൻ്റെ ഭാഗമായി അജയ് മിശ്രയെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ മണിക്കൂറിൽ സംഭവിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ലക്നൌവിലേക്ക് തിരിച്ചു കഴിഞ്ഞു. ദില്ലി വിമാനത്താവളത്തിൽ നിന്നും രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രിയും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ, ഈ മൂന്ന് പേരുമുള്ള വിമാനം ദില്ലി എയർപോർട്ടിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 1:30 കൂടി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ലക്നൗ വിമാനത്താവളത്തിലേക്ക് എത്തുകയും ചെയ്യും. പക്ഷേ ഈ നിമിഷത്തിൽ പോലും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ലഖിംപൂരിലേക്ക് പോകാനായിട്ട് ഒരു അനുമതി UP സർക്കാർ നൽകിയിട്ടില്ല. അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല, അനുമതി നൽകാൻ കഴിയില്ല എന്നതാണ് UP സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം, സിറ്റുവേഷനൊക്കെ നോർമൽ ആയതിനു ശേഷം മാത്രം നേതാക്കളെ അനുവദിക്കാൻ കഴിയൂ എന്ന നിലപാടിൽ തന്നെ UP സർക്കാർ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ ലക്നൗ എയർപോർട്ടിൽ തടയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ തടയുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ലക്നൗ വിമാനത്താവളത്തിന് പുറത്ത് ഇതിനോടകം തന്നെ തമ്പടിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്നൊരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഒരു സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഉത്തർപ്രദേശും അതോടൊപ്പം തന്നെ മറ്റ് സമീപ സംസ്ഥാനങ്ങൾ, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വളരെ വലിയ തോതിലുള്ള കർഷക പ്രതിഷേധം BJPക്കെതിരെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. മനു. ശരി, വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കർഷക പ്രക്ഷോഭം ആളിക്കത്തുകയാണ്. കേന്ദ്രമന്ത്രിയുടെ മകൻ ആശിഷ് മിശ്രയെയും അറസ്റ്റ് ചെയ്യണമെന്ന ശക്തമായ നിലപാടിലേക്ക് കർഷകർ പോകുന്നു. അതേസമയം തന്നെ അജയ് മിശ്ര, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി, അദ്ദേഹം ഇപ്പോൾ ദില്ലിയിലേക്ക് എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. UP സർക്കാരിൻ്റെ FIR-ൽ, UP പോലീസ് ഇട്ട FIR-ൽ കേന്ദ്രമന്ത്രിയുടെ മകന്റെ പേര് കൃത്യമായി പരാമർശിക്കുന്നു. കർഷകർക്ക് നേരെ ആശിഷ് മിശ്ര വെടിയുതിർത്തു എന്നാണ് FIR-ൽ പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ 72 മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും യാതൊരുവിധ നടപടിയും വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിയുടെ മകനെതിരെയോ കേന്ദ്രമന്ത്രിക്കെതിരെയോ എടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ സീതാറാം യെച്ചൂരി സംസാരിക്കുകയാണ്, അതിലേക്ക്. और जिस तरीके से किसानों के ऊपर ये पूरा हमला हुआ था चंपारण में, उसी की याद दिलाती है ये सरकार जो है आज हमारी केंद्र की और UP की. इस तरीके से वो नियम लगा रहे हैं, अंकुश लगा रहे हैं, जिसके चलते हुए अपने ही देश में हमें जो है किसी राज्य में जाना है तो उनकी अनुमति की ज़रूरत है. ये स्वीकार नहीं है, ये संविधान का उल्लंघन है. लेकिन दूसरी तरफ प्रधानमंत्री कह रहे हैं कि देखिए ऑपोजिशन हमारी आलोचना करना, उत्तर प्रदेश के मुख्यमंत्री की सराहना कर रहे हैं. अरे ऑपोजिशन के अपोजिशन की काम हो गया है आलोचना करना. आलोचना की आदत नहीं, सवाल यह है कि सरकार की आदत बन गई इस तरीके से घोर अत्याचार करना. ये सरकार की आदत है और ये सरकार की आदत बढ़ते जा रही है हर दिन. दूसरी तरफ लखीमपुर खीरी हिंसा मामले में अभी तक एक भी गिरफ्तारी नहीं है. राकेश टिकैत धमकी दे रहे हैं कि देखिए 1 सप्ताह का समय है आपके पास. बिल्कुल सही कह रहे हैं, 1 हफ्ता भी समय दिया उनको. ये गिरफ्तारी सबको नजर आ रहा है कि पूरे वीडियोज है उसमें कौन है जिम्मेदार और क्यों नहीं हो रही है. और 4 तारीख को वहाँ पे जो सभा हुई थी, जहाँ पे हमारे पार्टी के भी किसान सभा के लोग भी वहाँ पे मौजूद थे,
वो सभी लोग, सभी नेताओं ने यही कहा कि अगर ये कार्रवाई जो करेंगे समय सीमा के आधार पर अगर नहीं होगी तो फिर दोबारा वहां पर एक बहुत बड़ी विरोध प्रदर्शन वहां पे होगा। Lakhimpur Kheri violence, murder against Minister Son, reveal FIR, and Congress leader Rahul Gandhi denied permission by UP government to visit Lakhimpur. This sort of atrocities and brutality is something we have seen only during the British rule in India. That is exactly what the Modi government is, and the UP government, both BJP governments, are unleashing on the Indian people. This is not merely acceptable, this will be protested against, this will be resisted. And they must be prepared. And in India, under our constitution, any Indian citizen can travel to any part of India without any restriction. Now, how can one government say you are not allowed to come into my state? This is an outright violation of our constitution, and this cannot be accepted. Prime Minister Modi says opposition is in habit of attacking DM Yogi Adityanath. The habit, if there is any habit, is the habit of this Modi government to go on committing such barbarity and atrocities on the people. The habit is this government, that they want to rule through terror, through violence, violating the constitutional rights guaranteed for every Indian citizen. In Lakhimpur Kheri case, no arrest yet, that gives UP government a beat. Correctly. Why are arrests not taking place? Everybody is seeing it on the videos. Who are the people? They are identified. And we know the arrests are not taking place because they are people connected with the BJP, the central government and the UP government. And this is something that cannot be accepted. If they do not take immediate action and arrest the culprits, they will... സീതാറാം യെച്ചൂരി സംസാരിക്കുകയായിരുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ ദില്ലിയിൽ നിന്ന് കണ്ടത്. മറ്റു ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകളിലേക്ക് കൂടി പോകുന്നു. BJP പുനഃസംഘടനയിൽ അതൃപ്തി പുകയുന്നു. കൂടിയാലോചനകളില്ലാതെയാണ് ഭാരവാഹികളെ പ്രഖ്യാപിച്ചതെന്ന് കൃഷ്ണദാസ് പക്ഷം. പുനഃസംഘടന മുരളീധര ഗ്രൂപ്പിന്റെ റിക്രൂട്ടിംഗ് ഇവന്റാക്കി മാറ്റിയെന്നും കൃഷ്ണദാസ് പക്ഷം ആരോപിക്കുന്നു. മുരളീധര സുരേന്ദ്രപക്ഷം ഏകപക്ഷീയമായാണ് പുനഃസംഘടനാ പട്ടിക ഉണ്ടാക്കിയതെന്നാണ് മറുപക്ഷത്തിന്റെ ആരോപണം. എതിരഭിപ്രായങ്ങൾ പറയുന്ന ജില്ലാ പ്രസിഡന്റുമാരെ തെരഞ്ഞുപിടിച്ച് മാറ്റിയെന്നാണ് ആക്ഷേപം. വയനാട് ജില്ലാ പ്രസിഡന്റ് സജി ശങ്കറിനെ മാറ്റിയത് പ്രതികാര നടപടിയെന്നും പരാതിയുണ്ട്. ബത്തേരി കോഴക്കേസിൽ സുരേന്ദ്രനെതിരെ സജി ശങ്കർ പ്രതികരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കണക്കുകൾ ആവശ്യപ്പെട്ട JR പത്മകുമാറിനെ ട്രഷറർ സ്ഥാനത്ത് നീക്കി പകരം സുരേന്ദ്രന്റെ അടുപ്പക്കാരനായ E കൃഷ്ണദാസിനെ നിയമിച്ചു. തെരഞ്ഞെടുപ്പിൽ ദയനീയ പ്രകടനം കാഴ്ചവെച്ച തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിലെ അധ്യക്ഷന്മാരെ നിലനിർത്തി. മറ്റ് ജില്ലകളിൽ പുനഃസംഘടന നടത്തിയത് K സുരേന്ദ്രന് മാത്രം താൽപ്പര്യമാണെന്നും ഒരു വിഭാഗം നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു. സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള കൃഷ്ണദാസ് ശോഭാ സുരേന്ദ്രൻ പക്ഷത്തിന്റെ എല്ലാ നീക്കങ്ങളും പാളി. മുരളീധരന്റെയും സുരേന്ദ്രന്റെയും തട്ടകമായ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റായി കൃഷ്ണദാസ് പക്ഷക്കാരനായ VK സജീവനെ നിലനിർത്താൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് ആ പക്ഷത്തിന്റെ ഏക ആശ്വാസം. PV കുട്ടൻ, കോഴിക്കോട്. പുരാവസ്തു തട്ടിപ്പ് കേസിൽ IG സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തൃപ്പൂണിത്തുറ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ യോഗം ചേർന്നു. തട്ടിപ്പിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്ന് സ്പർജൻ കുമാർ പറഞ്ഞു. പണത്തിന്റെ സ്രോതസ് കണ്ടെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡയമെൻഷനല്ല, ഇപ്പോൾ കേസ് അന്വേഷണത്തിന് വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആദ്യം ഇവിടെയുള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് പിന്നെ ടീമിലുള്ള അംഗങ്ങൾ ഞങ്ങൾ കൂടിയിട്ടുണ്ട്. കൂടിയ ശേഷം ഇതിൻ്റെ പ്രൊഫഷണൽ രീതിയിൽ എല്ലാം അന്വേഷിക്കാൻ വേണ്ടിയുള്ള സംഗതിയാണ്. അതല്ല, ഇന്നലെ ആവശ്യമായ എല്ലാ നടപടികളും എടുക്കാൻ വേണ്ടിയുള്ള സംഗതിയാണ്. അതിലെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ മീറ്റിംഗ് നടത്തിയത്. കേസിലെ ഭാഗമായിട്ടുള്ള സംഗതികളെല്ലാം നോക്കും, അതനുസരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ. വിശദാംശങ്ങൾ നൽകാനായി ഉമേഷ് കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. ഉമേഷ്, ഈ നേരത്തെ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു. ഇപ്പോൾ അന്വേഷണ സംഘം ഇന്ന് വിപുലീകരിക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അന്വേഷണത്തിന്റെ സംഘത്തലവൻ IG സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേർന്നത്. എന്താണ് ഈ യോഗത്തിന് ശേഷം അദ്ദേഹം നമ്മോട് വിശദീകരിച്ചത്? അന്വേഷണ പുരോഗതിയെക്കുറിച്ച്, അന്വേഷണ വഴികളെക്കുറിച്ച്. കുമാർ പറഞ്ഞിരിക്കുന്നത് ഈ അന്വേഷണ സംഘം, പുതിയ അന്വേഷണ സംഘം രൂപീകരിച്ച ശേഷം ആദ്യമായാണ് സംഘത്തിൻ്റെ ഒരു യോഗം കൊച്ചിയിൽ വിളിച്ചു ചേർത്തത്. സ്പർജൻ കുമാറിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം കൊച്ചി തൃപ്പൂണിത്തുറയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചായിരുന്നു യോഗം ചേർന്നത്.
അതിനുശേഷമാണ് അദ്ദേഹം ഈ വിശദീകരിച്ചത്. ഈ തട്ടിപ്പിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കും, ഈ പണം പോയ വഴിയടക്കം കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഇത്രയും വിപുലമായ തട്ടിപ്പ് നടത്തിയെങ്കിലും മോൻസന്റെ അക്കൗണ്ടിൽ ഒരു തുകയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഏത് അക്കൗണ്ട് വഴിയാണ് ഈ ഇടപാടുകൾ നടന്നിരിക്കുന്നത്, ഈ പണം എവിടെയൊക്കെ ചെലവഴിച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമെന്ന് പറഞ്ഞു. മാത്രമല്ല, സമഗ്രമായ അന്വേഷണം എന്ന് പറയുമ്പോൾ ഇയാൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയൊക്കെ വലിയ പ്രചാരണം നൽകിയിരുന്നു. അപ്പോൾ ആ വഴിക്കൊക്കെ അന്വേഷണം നടത്താൻ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഈ സൈബർ വിങ്ങിലെ പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി ഈ സംഘത്തിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. ഇന്നാണ് അത്തരത്തിൽ അന്വേഷണ സംഘം വിപുലീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നിട്ടുള്ളത്. കൊച്ചി സിറ്റിയിലെ തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞായിരിക്കും തുടർന്നുള്ള അന്വേഷണം ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മോൻസൻ നിലവിൽ ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിലുണ്ട്. പാലാ സ്വദേശി രാജീവിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. ഈ രാജീവിനെ ഉൾപ്പെടെ മുഴുവൻ പേരെയും ഈ ഇടപാടുകാരെയൊക്കെ വഞ്ചിച്ചിരിക്കുന്നത് വ്യാജരേഖകൾ കാണിച്ചാണ്. ദില്ലി HSBC ബാങ്കിൻ്റെ സീൽ പതിച്ച വ്യാജരേഖ ഉൾപ്പെടെ കാണിച്ചുകൊണ്ടാണ് ഇവരെയൊക്കെ തട്ടിപ്പിന് ഇരയാക്കിയിരിക്കുന്നത്. ഈ വ്യാജരേഖ നിർമ്മിച്ചത് എവിടെയാണെന്നും ഇതിനാരൊക്കെ സഹായം നൽകി എന്നുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഏതൊക്കെ അക്കൗണ്ട് വഴിയാണ് ഇടപാടുകൾ നടത്തിയത് എന്നുള്ളതും കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഈ കസ്റ്റഡി കാലയളവിൽ മോൻസൻ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറും എന്ന പ്രതീക്ഷയിലാണ് ഇയാളെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനു. ശരി, ഉമേഷാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അതേസമയം തന്നെ മോൺസന്റെ പുരാവസ്തു തട്ടിപ്പ് കേസിൽ VM സുധീറിന് പിന്തുണയുമായി K മുരളീധരൻ രംഗത്തെത്തി. കേസിൽ CBI അന്വേഷണം വേണമെന്ന് മുരളീധരൻ ആവശ്യപ്പെട്ടു. CBI അന്വേഷണത്തെ സർക്കാർ ഭയക്കുകയാണെന്നും മുരളീധരൻ പറഞ്ഞു. അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു, ചില ആളുകൾക്ക് ഇതായിട്ടൊക്കെ അന്വേഷണം ഉണ്ട്. നിങ്ങൾ ഒരു CBI അന്വേഷണത്തിന് എന്തിനാണ് ഭയപ്പെടുന്നത്? ഈ കേസ് ഒന്നും തെളിയാൻ പോണില്ല. ഇതിൽ മോൻസനെ സംരക്ഷിക്കുന്ന സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. എന്തിന് CBI അന്വേഷണത്തിന് ഭയപ്പെടുന്നു? ഞങ്ങൾ ഭയപ്പെടുന്നില്ലല്ലോ. ഞങ്ങളുടെ നേതാക്കന്മാരെയൊക്കെ പ്രതികളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്കൊരു ഭയവുമില്ല. എന്തുകൊണ്ടൊരു CBI അന്വേഷണത്തിന് മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല? വിശദമായ വാർത്തകളിലേക്ക് തിരികെ വരാം, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. രാജ്യത്ത് ഇന്ധനവിലയും പാചകവാതക വിലയും വീണ്ടും വർദ്ധിപ്പിച്ചു. തുടർച്ചയായ 8ാം ദിവസവും പെട്രോൾ ഡീസൽ വില കുതിക്കുകയാണ്. തിരുവനന്തപുരത്ത് പെട്രോൾ വില 105 രൂപ കടന്നു. ഗാർഹിക സിലിണ്ടറിന് ഇന്ന് 15 രൂപ കൂട്ടി. 5 സംസ്ഥാനങ്ങളിൽ ഡീസൽ വില 100 രൂപയും കടന്നു. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരമേറിയത് മുതൽ ഇന്ധന വില വർധനവിന്റെ വറച്ചട്ടിയിലാണ് ജനം. തുടർച്ചയായ 8ാം ദിവസവും പെട്രോൾ ഡീസൽ വില കുതിച്ചുയർന്ന് റെക്കോർഡ് നിരക്കിലെത്തി. പെട്രോളിന് 30 പൈസയും ഡീസലിന് 37 പൈസയുമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. ഇതോടെ തിരുവനന്തപുരത്ത് പെട്രോൾ ലിറ്ററിന് 105ഉം കൊച്ചിയിൽ 103ഉം കടന്നു. തൊട്ടു പിന്നാലെ തന്നെ 2ാം പ്രഹരമായി പാചകവാതക വില 15 രൂപ വർദ്ധിപ്പിച്ചു. ഇതോടെ കൊച്ചിയിൽ പാചകവാതക വില 906 രൂപ 50 പൈസയായി ഉയർന്നു. ഈ വർഷം മാത്രം ഗാർഹിക സിലിണ്ടറിന് വർദ്ധിപ്പിച്ചത് 205.50 രൂപയാണ്. വാണിജ്യ സിലിണ്ടറിന് 409 രൂപയാണ് ഒറ്റ വർഷത്തിൽ വർദ്ധിച്ചത്. ഫോസിൽ ഇന്ധനങ്ങളുമായി ബന്ധപ്പെടാതെ ഒരാൾക്കും ജീവിക്കാൻ സാധ്യമല്ലാത്ത കാലത്താണ് കേന്ദ്രം ജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കുന്ന പെട്രോൾ ഡീസൽ പാചകവാതക വില വർധനവിലൂടെ ജീവിക്കാൻ വേണ്ടിയുള്ള രാജ്യത്തെ യാത്രകളും ചരക്ക് കടത്തും എന്തിന് സാധാരണക്കാരന്റെ അടുക്കള വരെ അമിത ചൂഷണ മേഖലയാകുന്നത്. 2014 മുൻപ് പെട്രോളിന്റെ ശരാശരി വില 72 രൂപ ആയിരുന്നതിൽ നിന്നാണ് ഇന്ന് 105ഉം കടന്നു കുതിക്കുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UPA സർക്കാരിനെതിരെയുള്ള BJPയുടെ പ്രധാന പ്രചരണായുധമായിരുന്നു ഇന്ധനവില വർധനവ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാരിന്റെ ഏറ്റവും വലിയ പരാജയമാണ് ഇന്ധനവില വർധനവെന്നായിരുന്നു അന്ന് നരേന്ദ്രമോദി പറഞ്ഞത്. എന്നാൽ കുതിച്ചു കയറിയ ഇന്ധനവില അല്പമെങ്കിലും ഒന്ന് താഴ്ന്നു കാണണമെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലം വരെ കാത്തിരിക്കണമെന്ന അവസ്ഥയാണ് ഇന്ന് ഇന്ത്യക്കാരുടേത്. അതും താൽക്കാലികം മാത്രം. വിഷ്ണുപ്രസാദ്, കൈരളി ന്യൂസ്. മുതലപ്പുഴയിലെ അശാസ്ത്രീയ നിർമ്മാണമാണ് തുടർച്ചയായ അപകടങ്ങൾക്ക് കാരണമെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ. പുതിയ പുലിമുട്ട് നിർമ്മിച്ച് ശാശ്വത പരിഹാരം കാണലാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രിയുടെ മറുപടി. ശബരിമല തീർത്ഥാടനത്തിന് അനുവദിക്കേണ്ട ഇളവുകൾ, തീർത്ഥാടകരുടെ എണ്ണം എന്നിവ അന്തിമമായി തീരുമാനിച്ചിട്ടില്ലെന്ന് ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണനും നിയമസഭയിൽ പറഞ്ഞു. ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രിമാർ. കാസർഗോഡ്, വിഴിഞ്ഞം, മുതലപ്പുഴ തുറമുഖങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷ ഉറപ്പുവരുത്താൻ പ്രത്യേക പരിശീലനം സിദ്ധിച്ച റെസ്ക്യൂ ടീമിനെ രക്ഷാപ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കുമെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ നിയമസഭയെ അറിയിച്ചു. മുതലപ്പുഴയിലെ നിർമ്മാണത്തിന് പ്രധാന കാരണം മണൽത്തിട്ടകളാണ്. നിർമ്മാണത്തിലെ അപാകതകളാണ് ഇതിന് കാരണം. മണൽത്തിട്ട നീക്കുന്നതിന് ഡ്രഡ്ജർ എത്തിച്ചിട്ടുണ്ട്. പുതിയ പുലിമുട്ട് നിർമ്മിച്ച് ശാശ്വത പരിഹാരം കാണലാണ് സർക്കാർ ലക്ഷ്യമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ചോദ്യത്തിന് മറുപടിയായി മന്ത്രി വ്യക്തമാക്കി. വക്കം പുരുഷോത്തമൻ്റെ കാലത്ത് ആരംഭിച്ച ഒരു പദ്ധതിയാണ്. അശാസ്ത്രീയമായി നിർമ്മിച്ച മുതലപ്പുഴി ഈ ഉത്തരവാദിത്വം മുഴുവൻ ഈ ഗവൺമെൻറ് തലയിൽ കെട്ടിവെക്കാൻ നിങ്ങൾ ദയവ് ചെയ്ത് ശ്രമിക്കരുത്.
കാരണം അവിടെ നിർമ്മാണ പ്രവർത്തനത്തിൽ വന്നിട്ടുള്ള അപാകതകളെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്തു ഈ യോഗത്തിൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡ്രഡ്ജിങ് നടത്താൻ തീരുമാനിച്ചു. അഴിമുഖത്ത് മണ്ണടിയുന്നത് മൂലം അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. അടിഞ്ഞ മണ്ണ് ഡ്രഡ്ജിങ് നടത്തി ആഴം ഉറപ്പിക്കുന്നതിനായി അദാനി ഗ്രൂപ്പുമായി നിലവിലുള്ള ധാരണാപത്ര പ്രകാരം നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഗ്രാഫ് ഡ്രഡ്ജർ സൈറ്റ് എത്തിച്ചേർത്തിട്ടുണ്ട്. എത്രയും വേഗം ഡ്രഡ്ജിങ് പൂർത്തിയാക്കാൻ കഴിയുന്നതാണ്. ആറാട്ടുപുഴ വലിയഴിക്കൽ മത്സ്യബന്ധനത്തിലേക്കുള്ള അപകടത്തിൽ മരിച്ച മത്സ്യത്തൊഴിലാളികൾക്കുള്ള സാമ്പത്തിക സഹായം അടുത്ത മന്ത്രിസഭായോഗം പരിഗണിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനായി സംസ്ഥാനത്തെ റിസർവോയറുകളടക്കം ഉപയോഗിക്കും. ഇതിനായി വൈദ്യുതി വകുപ്പുമായി ചർച്ച നടത്തും. പരീക്ഷണാടിസ്ഥാനത്തിൽ മത്സ്യത്തീറ്റ ഉൽപ്പാദനത്തിലുള്ള ഫാക്ടറി സ്ഥാപിക്കും. പുഴ മത്സ്യങ്ങളുടെ കയറ്റുമതിയും സർക്കാർ ആലോചിക്കുന്നതായി മന്ത്രി പറഞ്ഞു. വന്യജീവികളുടെ ആക്രമണത്തിൽ നശിക്കുന്ന വിളകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുന്നതിന് മുഴുവൻ കർഷകരെയും പ്രേരിപ്പിക്കാൻ ജനപ്രതിനിധികൾ മുൻകൈയെടുക്കണമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ അഭ്യർത്ഥിച്ചു. മൂട്ടിൽ മരമുറിയിൽ പ്രത്യേക സംഘത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം ആരോപണ വിധേയനായ വനം കൺസർവേറ്റർക്കെതിരെയുള്ള നടപടി തീരുമാനിക്കുമെന്നും മന്ത്രി നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. 1000 ലിറ്റർ കുടിവെള്ളം ഉപഭോക്താവിന് നൽകുമ്പോൾ ജല അതോറിറ്റിക്ക് 13.41 രൂപയുടെ നഷ്ടമുണ്ടാകുന്നതായി മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ വ്യക്തമാക്കി. നവംബർ 16 ആരംഭിക്കേണ്ട ശബരിമല തീർത്ഥാടനത്തിന് അനുവദിക്കേണ്ട ഇളവുകൾ, തീർത്ഥാടകരുടെ എണ്ണം എന്നിവ അന്തിമമായി തീരുമാനിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ നിയമസഭയെ അറിയിച്ചു. ശബരിമല വികസനത്തിനാവശ്യമായ വനഭൂമി വിട്ടു നൽകുന്നതിന് വനം ദേവസ്വം മന്ത്രിമാരുടെ അധ്യക്ഷതയിൽ ചേർന്ന് യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ടെന്നും ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായുള്ള നഷ്ടപരിഹാര വിഷയത്തിൽ സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ പറഞ്ഞു. റെമഡിയേഷൻ സെൽ പുനഃസംഘടിപ്പിക്കും. നിലവിൽ 171 കോടി രൂപ നഷ്ടപരിഹാരം നൽകിക്കഴിഞ്ഞു. 16.83 കോടി രൂപ ചികിത്സാ സഹായവും നൽകി. പുനരധിവാസത്തിലും ആശ്വാസ നടപടികളിലും വിട്ടുവീഴ്ചയില്ലെന്നും മന്ത്രി പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്നും റെമഡിയേഷൻ സെൽ പുനഃസംഘടിപ്പിക്കുമെന്നും മന്ത്രി ആർ ബിന്ദു നിയമസഭയെ അറിയിച്ചു. പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായി പ്രവർത്തിച്ചു വരുന്നത് റെമഡിയേഷൻ സെല്ലാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം ആ സെല്ല് പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള നടപടികൾ നടന്നുവരികയാണ്. എന്നും ഇടതുപക്ഷം എൻഡോസൾഫാൻ ഇരകൾക്കൊപ്പമാണ് സർക്കാരെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഈ നടപടികൾ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. നഷ്ടപരിഹാര സാമ്പത്തിക സഹായമായി 171 കോടി രൂപയും ചികിത്സാ സഹായമായി 16.83 കോടി രൂപയും വായ്പ എഴുതിത്തള്ളിയ ഇനത്തിൽ 6.82 കോടി രൂപയും പെൻഷനായി 81.42 കോടി രൂപയും ദുരിതബാധിതരെ പരിചരിക്കുന്നവർക്കുള്ള പെൻഷൻ ഇനത്തിൽ 4.54 കോടി രൂപയും ദുരിതബാധിത കുടുംബത്തിലെ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ സ്കോളർഷിപ്പ് ഇനത്തിൽ 4.44 കോടി രൂപയും സൗജന്യ റേഷൻ ഇനത്തിൽ 82 ലക്ഷം രൂപയും സർക്കാർ നൽകിയിട്ടുണ്ട്. അതേസമയം 1031 പേരെ നഷ്ടപരിഹാരത്തിനുള്ള പട്ടികയിൽ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സഭയിൽ ഉന്നയിച്ചു. ഇപ്പോൾ സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നത് ഡിവൈഎഫ്ഐ ആണ് കോടതിയിൽ പോയത്. വളരെ നല്ല കാര്യം, അവരെ അഭിനന്ദിക്കുകയാണ്. കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2017 ജനുവരി 10 ടു റിലീസ് entire undisbursed payment of compensation quantified as rupees 5 lakh each to all affected person within 3 months from today. 2017 ജനുവരി 10 വിധിയാണ് സർ. 3013 പേർക്ക് ഇതുവരെ ഒരൊറ്റ നയ പൈസ കിട്ടിയിട്ടില്ല. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. പ്രതിപക്ഷം വാക്കൌട്ട് ഒഴിവാക്കി സഭാ നടപടികളോട് സഹകരിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ജനകീയ ഗായകനും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനുമായ വി കെ ശശിധരൻ അന്തരിച്ചു. കോവിഡ് ബാധിച്ചാണ് മരണം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുൻ ജനറൽ സെക്രട്ടറിയായിരുന്നു. പരിഷത്തിന്റെ കലാജാഥകളുടെ അമരക്കാരനുമായിരുന്നു അദ്ദേഹം. വി കെ സരങ്ങൊഴിയുമ്പോൾ മലയാളിക്ക് നഷ്ടമാകുന്നത് ജനകീയ സംഗീതത്തിന്റെ ഒരു പോരാളിയാണ്. അമ്മയും നന്മയും ഒന്നാണ്,
ഞങ്ങളും നിങ്ങളും ഒന്നാണ്, ഞങ്ങളും നിങ്ങളും ഒന്നാണ്. നല്ല പാട്ടാണ് കേട്ടോ. പരിഷത്തിന്റെ കലാജാഥകളുടെ അമരക്കാരനായിരുന്നു VKS എന്ന VK ശശിധരൻ. അറിവും ഉണർവും നുകർന്നും പകർന്നും മലയാളി ജീവിതത്തെ ഏറ്റവും അടുത്തു സ്പർശിച്ചു VKS. ഗാനാലാപനത്തെ സാമൂഹ്യ മാറ്റത്തിനായുള്ള ഒരു ഉപാധിയായാണ് VKS കണ്ടത്. ഗാനങ്ങൾ ഈണം പകരുമ്പോൾ സംഗീതത്തെക്കാൾ ഉപരി ആ വരികളുടെ അർത്ഥവും അതുൾക്കൊള്ളുന്ന വികാരവും പ്രതിഫലിപ്പിക്കാനാവണം എന്ന നിർബന്ധം VKSന്റെ ഗാനങ്ങളെ അത്രമേൽ ഗാംഭീര്യമുള്ളതാക്കി. പലവിധമായ സാങ്കല്പിക കഥകളുടെ പൊട്ടിപ്പിരിഞ്ഞും കെട്ടിപ്പിണഞ്ഞുമുണ്ടായ ഇടശ്ശേരിയുടെ പൂതത്തെ മനോഹരമായ ആലാപനത്തിലൂടെ ആസ്വാദക ഹൃദയങ്ങളിൽ കുടിയിരുത്തിയത് VKS ആണ്. പൂതത്തിനുള്ളിൽ ഒരിക്കിളി തോന്നി, പൂതത്തിൻ മാറത്തു കോരിത്തരിച്ചു, പൂതമോരോമന പെൺകിടാവായി പൂത്ത മരത്തിൻ്റെ ചോട്ടിലും നിന്നു. ടാഗോറിന്റെ ഗീതാഞ്ജലിക്ക് VKS സംഗീതാവിഷ്കാരം നൽകി. ഗീതാഞ്ജലിക്കും പൂതപ്പാട്ടിനുമൊപ്പം പുത്തൻകലവും അരിവാളും, ബാലോത്സവ ഗാനങ്ങൾ, കളിക്കൂട്ടം, മധുരം മലയാളം, മൂക്കുറ്റിപ്പൂവിന്റെ ആകാശം, ശ്യാമഗീതങ്ങൾ, പ്രണയം, അക്ഷരഗീതങ്ങൾ, പടയൊരുക്കപ്പാട്ടുകൾ, അങ്ങനെ അമൂല്യമായതത്രയും സമ്മാനിച്ചാണ് VKS അരങ്ങൊഴിയുന്നത്. 80കളുടെ തുടക്കത്തിൽ VKS നടത്തിയ യാത്രകൾ കേരളത്തിന്റെ ശാസ്ത്ര സംഘടനകളുടെ അഖിലേന്ത്യാ തലത്തിലുള്ള കലാജാഥകൾക്ക് സംഗീതാവിഷ്കാരത്തെ സാധ്യമാക്കി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 3 പതിറ്റാണ്ടോളം ശ്രീനാരായണ പോളിടെക്നിക്കിൽ അധ്യാപകനായിരുന്നു. കവിതയുടെ അന്തരാത്മാവിനെ കണ്ടെത്തിയ VKSന്റെ വിയോഗം മലയാളികൾക്ക് നികത്താനാകാത്ത നഷ്ടമാണ്. വിഷ്ണുപ്രസാദ്, കൈരളി ന്യൂസ്. ന്യൂസ് പൂർണ്ണമാവുകയാണ്. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കാണാം. നമസ്കാരം.